ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഓഗസ്റ്റ് 6 നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ രൂപാന്തരീകരണ തിരുനാൾ. നമ്മൾ ഈ രൂപാന്തരീകരണം എന്ന് പറയുന്ന ടോപ്പിക്ക് അത് തപസ്കാലത്തിൽ ഇടയ്ക്കൊരു ഞായറാഴ്ച വായിച്ച് ധ്യാനിക്കുന്ന സംഭവമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്തുനാഥന്റെ മരണത്തെയും ഉത്ഥാനത്തെയും അല്ലെങ്കിൽ മരണാനന്തരം ഉള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വലിയ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദൃശ്യ അവതരണം ശിഷ്യന്മാർക്ക് വേണ്ടി ഒരുക്കുകയാണ്. അത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള 3 പേര്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 3 പേര് മാത്രം വിളിച്ച് അവരുടെ മുമ്പിൽ ഇങ്ങനെ യേശു ഈ രൂപാന്തരപ്പെട്ട് കാണിക്കുന്നൊരു ദൃശ്യം. നമുക്കിവിടെ 3 കൂടാരം പണിയാമെന്നൊക്കെ പത്രോസ് പറയുന്നുണ്ട്. അപ്പം അതൊരു ധ്യാന വിഷയമാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. പത്രോസ് പറയുന്നത് നമുക്കിവിടെ 3 ഈ കൂടാരത്തിനകത്തുള്ള ആരാധന അല്ലെങ്കിൽ കൂടാരത്തിനകത്തുള്ള ധ്യാനം, ഇതൊരു ധ്യാന വിഷയമാണ്. ഈ 3 വ്യക്തികൾ, ഈ മൂന്ന് തലങ്ങളെക്കുറിച്ചും ധ്യാനിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലൂടെയാണ്. നമ്മൾ അവിടെ ഈശോയോടൊപ്പം കാണുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് മോശയും ഏലിയായുമാണ്. മോശയും ഏലിയായും ഇതിങ്ങനെ തോറയുടെയും നെബിയുമിന്റെയും വക്താക്കളാണ് മോശയും ഏലിയായും. തോറ, നബിയും, കെത്തുബിയും, തെനാക്ക് നമ്മൾ പറയുന്നതാണ്. തോറ നിയമം, നബിയും, നബി എന്ന വാക്കിൽ നിന്ന് വരുന്നു പ്രവചനങ്ങൾ, കെത്തുബിയും ജ്ഞാന സൂക്തങ്ങൾ, ജ്ഞാനലിഖിതങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ സത്യത്തിൽ ഞാൻ ആ 3 വാക്കുകൾ ആണ് നമ്മളുടെ ബൈബിളിന്റെ സത്ത എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് ഈ വീഡിയോ സീരീസിന് ഒരിക്കലിട്ടത്. ഒരു രീതി ചിന്തിക്കുകയാണെങ്കിൽ ആ വീഡിയോ സീരീസിന്റെ ഒരു ഫീസ്റ്റ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ 3 വ്യക്തികൾക്ക് നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ഒരു 9 ദിവസങ്ങൾക്കപ്പുറം നമ്മൾ വേറൊരു തിരുനാൾ കൂടി ആചരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളാണ്. ഉടലോടുകൂടി അമ്മ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു എന്ന് പറയുന്ന തിരുനാൾ. യഥാർത്ഥത്തിൽ ഈ രൂപാന്തരീകരണം നടക്കുന്ന സമയത്ത് നമ്മൾ 3 ആളുകൾ കാണിയാണ്. ഈ 3 പേരുടെയും പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയും പ്രത്യേകത അവരുടെ ഉടല് സ്വർഗത്ത് പോയി ഭൂമിയിലില്ല എന്നുള്ളത് തന്നെയാണ്. ഈശോ സ്വർഗാരോഹണം ചെയ്തു പോയി. അതുപോലെ തന്നെ മോശയുടെ നെബോ പർവ്വത നിരകളിൽ വെച്ച് അവസാനത്തെ ആ പ്രസംഗം കഴിഞ്ഞ് മോശ മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് പിന്നീട് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ ഒക്കെ വായിക്കുന്നുണ്ട്. എന്താണ്, മിഖായേൽ മാലാഖ ലൂസിഫറിനോട് യുദ്ധം ചെയ്ത് മോശയുടെ മൃതശരീരം എടുത്തുകൊണ്ട് പോകുന്നൊരു സംഭവം. നമുക്ക് അതിൻ്റെ ഒരു ഒറ്റ വരിയിൽ മാത്രമേ നമുക്ക് പുതിയ നിയമത്തിൽ ഈ സംഭവം കാണാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ബൈബിളിന് പുറത്തുള്ള അപ്രമാണീയ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോശയുടെ മരണം നമുക്കറിയാം, കാനാൻ ദേശം കാണാൻ സാധിക്കാതെ ഉള്ളൊരു മരണം. അപ്പൊ അതൊരു ശിക്ഷിക്കപ്പെട്ടൊരു മരണം എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ ശരീരത്തെയൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് എന്താണ് അതിൻ്റെ ഉടമ ഞാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാത്താൻ യുദ്ധത്തിലിറങ്ങുന്നു. പക്ഷെ മിഖായേൽ യുദ്ധം ചെയ്ത് മോശയുടെ ശരീരത്തെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി എന്നാണ് പറയുന്നത്. മോശയുടെ ശരീരം ഭൂമിയിലില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഏലിയായുടെ സംഭവം നമുക്കറിയാം. ശിഷ്യൻ എലീശ നോക്കിക്കൊണ്ടിരിക്കെ ആകാശത്തു നിന്നും അഗ്നിമയമായ ഒരു രഥം താഴേക്ക് ഇറങ്ങി വന്ന് ഏലിയായെ സംഭവിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. ഏലിയായും സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഈശോ സ്വർഗാരോഹണം ചെയ്തു, തന്നെ സ്വർഗത്തിലേക്ക് പോയി. നമ്മൾ ഓർക്കേണ്ടത് തോറ നിയമം, നീതി നടപ്പിലാക്കാനുള്ളതാണ്. നമ്മളുടെ ഒരു സ്പിരിച്വാലിറ്റി നമ്മൾ ക്രിസ്തുവിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള, ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള സ്റ്റെപ്സ് ആണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു രൂപാന്തരീകരണത്തിന്റെ പടികളാണ് യഥാർത്ഥത്തിൽ ആദ്യം മോശ, പിന്നെ ഏലിയ, പിന്നെ യേശു എന്നുള്ളത്. അത് നമ്മൾ എന്താണ് പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എപ്പോഴും യഹൂദരെ സംബന്ധിച്ചിടത്തോളം നിയമത്തിനാണ്, തോറയ്ക്കായിരുന്നു. തോറ കഴിഞ്ഞേ ഉള്ളൂ ഇനി എന്തും, അങ്ങനെയാണ് അവർ കരുതിയിരുന്നത്. അപ്പൊ മോശ വഴി ദൈവം നൽകിയ നിയമങ്ങൾ എന്തിനെന്ന് ചോദിച്ചാൽ നീതിയിൽ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയാണ്, നീതിനിഷ്ഠയോടുകൂടി മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയാണ്, നീതിയിൽ ജീവിക്കാൻ വേണ്ടി. അപ്പൊ നീതിയിൽ ജീവിക്കുന്നവന് വേണ്ടി മിഖായേൽ യുദ്ധം ചെയ്യും, അവനെ ദൈവത്തിങ്കിൽ എത്തിക്കാൻ വേണ്ടി മിഖായേൽ യുദ്ധം ചെയ്യും. ഇതാണ് ഒന്നാമത്തെ
ചിന്ത. രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് മോശ എങ്ങനെ സ്വർഗത്ത് പോയി. മോശ ഈ രൂപാന്തരീകരണ സമയത്ത് ഉടലോടെ ഇങ്ങനെ വന്ന് ഈശോടൊപ്പം രൂപാന്തരപ്പെട്ട് ഈശോടൊപ്പം നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആ മോശ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് എൻ്റെ കാരണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ആ നീതിനിഷ്ഠയോടുകൂടി ജീവിക്കുകയും ജീവിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന നിയമത്തിന്റെ വക്താവായ മോശയ്ക്ക് വേണ്ടി മിഖായേൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിൽ നിയമത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. നിയമം എന്നതിനപ്പുറം നീതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം മിഖായേൽ ദൂതനെ അയക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഏലിയ. കർത്താവിന്റെ വചനത്തോട്, പ്രവചനങ്ങളോട് വിശ്വസ്തത പുലർത്തുക. വിശ്വസ്ത, രണ്ടാമത് വിശ്വസ്തതയാണ്. വിശ്വസ്തരായിരിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് പ്രവാചകന്മാരൊക്കെയും ലോകത്തിന് നൽകിയിട്ടുള്ളത്. അപ്പം വിശ്വസ്തരായിരിക്കുക, ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. അപ്പൊ വിശ്വസ്തരായിരിക്കാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തൽ പ്രവാചകൻ നൽകുന്നു. അപ്പം നമ്മൾ വിശ്വസ്തയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ പ്രവാചകൻ ഏലിയായെ പോലെ ദൈവസ്നേഹത്തിന്റെ അഗ്നി, പരിശുദ്ധാത്മാവ് നമ്മളെ വന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പരിശുദ്ധാത്മാവ് നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു. ഇതാണ് രണ്ടാമത്തെ തരം. മൂന്നാമത്തേത് ഈശോ, കെത്തുബിയും, ജ്ഞാനം. അത് ഈശോയാണ് പകർന്നു നൽകുന്നത്. ഈശോ നൽകുന്ന ജ്ഞാനം മറ്റൊന്നുമില്ല, സ്നേഹമാണ്. സ്നേഹത്തിൽ ജീവിക്കുക. എങ്ങനെ സ്നേഹിച്ച് ജീവിക്കണമെന്ന് ദൈവം വെളിപ്പെടുത്തുന്ന വഴിക്ക് മുമ്പോട്ട് പോകുക എന്ന് തന്നെയാണ് ജ്ഞാനം, മറ്റൊന്നുമല്ല. അപ്പൊ ആ ജ്ഞാനത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ആ ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകുന്ന, മറ്റുള്ളവരെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തിൽ നിന്നുമാണ് കരുണ പുറത്തേക്ക് ഒഴുകുന്നത്. കരുണ, ഇപ്പൊ നീതി, വിശ്വസ്തത, കരുണ. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നൊരു വാക്യമുണ്ട്, മത്തായി 23:23. നീതി, കരുണ, വിശ്വസ്ത ഇവയാണ് പ്രധാനപ്പെട്ടവ, എന്നാൽ നിങ്ങൾ ഇതിനെ അപ്രധാനമായി കരുതുന്നു എന്നൊക്കെ പറയുന്ന ആ വാക്യം. ഇപ്പൊ ഇവിടെ നമ്മൾ കാണുകയാണ്, നീതിക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവന് മിഖായേൽ ദൈവദൂതൻ യുദ്ധം ചെയ്ത് സംരക്ഷിക്കും. വിശ്വസ്തയോടുകൂടി ഒരു പ്രവാചകനെ പോലെ ജീവിക്കുന്നവന് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് സ്വർഗത്തിന് യോഗ്യനാക്കി തീർക്കും. സ്നേഹമെന്ന ജ്ഞാനം ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവന് കരുണ നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടായിരിക്കും. അവനെ ഈശോ തന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഈശോ തന്നെ സ്വർഗത്തിൽ കൂട്ടിക്കൊണ്ടുപോകും. കാരണം ഈശോയായി അവൻ ജീവിക്കുന്നു, അവൻ യേശുവായി ജീവിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അവനെ സ്വർഗത്തിൽ ഈശോ തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു പറയുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ഈ രൂപാന്തരീകരണ തിരുനാൾ ആചരിക്കുമ്പോൾ ഈ മൂന്ന് വ്യക്തികൾ, മൂന്ന് വസ്തുതകളുടെ വക്താക്കളാണ്. അവര് നമ്മളെ പഠിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ, അതിൽ നമ്മുടെ ഉള്ളിൽ രൂപാന്തരീകരണം ശ്രമിക്കുന്നത്. നമ്മളിങ്ങനെ മെഡിറ്റേറ്റ്, നമ്മളിങ്ങനെ ധ്യാനിക്കുമ്പോൾ എൻ്റെ നീതിബോധം എത്ര അളവിലുണ്ട്, എൻ്റെ വിശ്വസ്തത ഏത് അളവിലുണ്ട്, എന്നിൽ നിന്ന് മുഴുകുന്ന കരുണ എത്ര അളവിലുണ്ട്, നമ്മളിലും രൂപാന്തരീകരണം സംഭവിക്കേണ്ടിയിരിക്കുന്നു. രൂപാന്തരീക തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. എന്നും അനുഗ്രഹിക്കട്ടെ.